നമ്മുടെ സൂരജ് പാലക്കാരൻ്റെ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം. ജീവിക്കാൻ വകയില്ലാതെ വരുമ്പം ഇതെല്ലാം അതിൻ്റെ അപ്പുറം ചെയ്യും. ഇതിപ്പം നമ്മുടെ ചെകുത്താൻ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ്. ചെകുത്താനെ നമ്മൾ ചുമ്മാ കുറ്റമൊക്കെ പറയും, എന്താ പറയും, വെറുതെ ഒന്നുമല്ല, അയാൾക്ക് ജീവിക്കാൻ അരി മേടിക്കാൻ അയാൾ ഓരോന്നും ചെയ്യുന്നു. അതിനിപ്പം അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൂരജ് പാലക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു 2 ദിവസം മുമ്പ്. നമ്മുടെ മോഹൻലാൽ ബിഗ് ബോസ് ചെയ്യുന്നത് മോഹൻലാലിന് കഴപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ വലിയ വലിയ ആൾക്കാർ, ലാലേട്ടനും അങ്ങനെയുള്ളവരൊന്നും ഇതിനെ പ്രതികരിക്കാനൊന്നും പോകത്തില്ല. ഞാനും പ്രതികരിക്കാനൊന്നും വരുന്നതല്ല, പക്ഷേ ഒരു സത്യമായ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ടപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കയറി ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇടുന്നുണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറി നോക്കി. പുള്ളിയുടെ പേജിൽ നോക്കി പറഞ്ഞത്, ഇപ്പോൾ റീസെൻ്റായിട്ട് പുള്ളിയുടെ വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല. വ്യൂസ് കിട്ടിയാലല്ലേ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫേസ്ബുക്ക്, യൂട്യൂബ് ഇത്യാദി സംഭവങ്ങളിൽ പേജുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അധികം വ്യൂസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ച് പൈസ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അത് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ പൈസ കിട്ടത്തില്ലേ, ആ സംഭവം. പുള്ളി ഇങ്ങനെ മോഹൻലാലിനെതിരെ ഒരു വീഡിയോ ചെയ്തു. മോഹൻലാലിന് കഴപ്പാണോ എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ഇട്ട് ബിഗ് ബോസ് കാണുന്ന മോഹൻലാൽ ബിഗ് ബോസിൽ പോയി പരിപാടി അവതരിപ്പിക്കുന്നത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഇങ്ങേരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇതേ ചോദ്യം തന്നെയാണ്. ഇയാളുടെ വീഡിയോസ് കയറി നോക്കിയാൽ അറിയാം, റീസെൻ്റായിട്ട് ഒരു വീഡിയോസിന് പോലും വ്യൂസ് ഇല്ല, അതിനൊരു കമൻറ്റും ലൈക്സും കാര്യങ്ങളൊന്നുമില്ല. ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ അളിയന് പൈസ കിട്ടത്തില്ല. അപ്പോൾ ഈ മാസം ഇപ്പോഴത്തെ പൈസ കിട്ടാനുള്ള പരിപാടിയാണ് ഈ പുള്ളി ചെയ്തു വച്ചേക്കുന്നത്. ഇതുപോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുമല്ലോ, വിമർശിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേര് കാണും. അവർ തമ്മിലുള്ള സംസാരവും അവരുടെ കമൻസ് ഇതെല്ലാം കാരണം ഈ വീഡിയോയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിച്ച പോലെ ഒരുപാട് പേര് സംസാരിക്കും. അതനുസരിച്ചിട്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ ചെല്ലും. അങ്ങനെ കണ്ട് പുള്ളിക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. പുള്ളിക്ക് ചില വ്യൂസ് കിട്ടി, ചില പൈസ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. പാവമല്ല, ജീവിച്ചു പോട്ടെ. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല, ഞാൻ പുള്ളിയുടെ പേജ് കാണിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതലും മനസ്സിലാവും. ഇതാണ് നമ്മുടെ സൂരജ് പാലക്കാരൻ്റെ ട്രൂ TV ചാനൽ. ഇതിൽ പുള്ളി ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് നിയമകുരുക്കിലേക്ക് ഉടൻ നിർത്തലാക്കും, ഹൈക്കോടതി ശക്തമായ ഇടപെടൽ. അപ്പോൾ ബിഗ് ബോസ് വീഡിയോ ഹിറ്റായതിനു ശേഷം അതിനെക്കുറിച്ച് വീണ്ടും ഇറക്കാൻ നോക്കിയതാണ്. അപ്പോൾ അത് വലിയ ഇതൊന്നും കണ്ടില്ല. ആകെ 183 ലൈക്സ്, 5000 വ്യൂസേ ഉള്ളൂ. 12 മണിക്കൂർ കൊണ്ട്. ഒരു ദിവസം മുമ്പ് ഷാജൻ സാറിയെക്കുറിച്ച് പറഞ്ഞു കിട്ടും, അതിനും വലിയ വ്യൂസിൽ 254 ലൈക്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. 2 ദിവസം മോഹൻലാലിനെ കുറിച്ചുള്ള വീഡിയോസിന് കണ്ടോ, 19,000 ലൈക്സ്, 5800 കമൻറ്റ്സ്, 4600 ഷെയർ. അപ്പോൾ അത് പുള്ളിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇതുപോലെ പലതും ഇട്ടിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ കയറി നോക്കി പുള്ളിയുടെ വീഡിയോസ് എടുത്ത് നോക്കി. വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മോസ്റ്റ് പോപ്പുലർ നമുക്ക് എറിയേണ്ട അടുത്ത് എറിഞ്ഞപ്പോൾ കൃത്യമായിട്ട് സംഭവം റെഡിയാക്കിയിട്ട് മോസ്റ്റ് പോപ്പുലർ വീഡിയോ ആയിട്ട് കാണുന്നത് കഴപ്പ് മോഹൻലാലിനോ പാലക്കാരൻ പ്രതികരിക്കുന്നു ഈ വീഡിയോയ്ക്കാണ്. വെറുതെ ഒരു സമയം പോക്കിനോ അല്ലെങ്കിൽ ബിഗ് ബോസിനെയോ മോഹൻലാലിനെ നന്നാക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല പുള്ളി വീഡിയോ. ഈ വീഡിയോ മൂലം പുള്ളിക്ക് ഒരുപാട് വരുമാനം കിട്ടും. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ ഒരുപാട് പേര് ഇത് കാണും, സപ്പോർട്ട് ചെയ്യും. ചിലർ പോയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയും, ചിലർ പോയിട്ട് ഒരുപാട് തെറി പറയും. ഇതെല്ലാം പിന്നെ ചിലർ മോഹൻലാലിൻ്റെ ഫാൻസ് എല്ലാം ഇത് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ബിഗ് ബോസിനെ ഹേറ്റേഴ്സ് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ വീഡിയോസിന് ഒരുപാട് വ്യൂസ് വരും. ഇതുകൊണ്ട് അവളുടെ ഇതിനുള്ള മുമ്പ് ഉള്ള വീഡിയോ ഒന്നും ആരും ഷെയർ ചെയ്ത് കണ്ടില്ല. എന്ന് നോക്കി, നമ്മുടെ വീഡിയോ എത്ര ഷെയർ ചെയ്തെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുമ്പത്തെ വീഡിയോ 65 ഷെയറേ ഉള്ളൂ. അതിന് മുമ്പത്തെ വീഡിയോ 28 ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ വ്യൂസ് കൂടുന്നത്. 227 ഷെയർ മാത്രം. പണം കിട്ടിയാൽ എന്തും ചെയ്യുമ്പോൾ മോഹൻലാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ ചോദ്യം തന്നെ നമുക്കിപ്പോൾ സൂരജ് പാലക്കാരനും ചോദിക്കാൻ തോന്നുന്നു. ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ വീഡിയോ മൂലം പുള്ളിക്ക് കുറേ വ്യൂസ് കിട്ടിയെങ്കിൽ അത് കിട്ടട്ടെ നമ്മുടെ ട്രൂ TVക്ക്. അങ്ങനെ പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണും, അതിൻ്റെ സഹായമായി തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ യഥാർത്ഥ കാര്യം ഇതാണ്. അല്ലാതെ പുള്ളിക്ക് ഇപ്പോൾ മോഹൻലാലിനോട് 4 ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ 4 ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കിട്ടാനില്ല. ചില മനസ്സ് സുഖമൊന്നും കിട്ടാനില്ല. സംഭവം ഇതാണ്, പണം കിട്ടിയാൽ എന്തും ചെയ്യുമോ മോഹൻലാൽ? പണം കിട്ടിയാൽ എന്തും ചെയ്യുമോ സൂരജ് പാലക്കാരൻ?
ബിനു അടിമാലി വീഡിയോ ഞങ്ങൾ മറന്നിട്ടില്ല.